റാപ്പർ വേടനെതിരെ ബലാത്സംഗ പരാതി ഉയർന്നിരുന്നു. ഇന്നലെ തൃക്കാക്കര പോലീസ് യുവതിയുടെ പരാതിയിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ റാപ്പർ വേടൻ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചേക്കുമെന്ന് മനസ്സിലാക്കുന്നു. അമൽനാഥ് പാടിച്ചാൽ കൂടി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. അമൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അമൽ, ഏതായാലും റാപ്പർ വേടനെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ മൊഴിയെടുക്കൽ വേണ്ടിവരും. യുവതി ഏത് രീതിയിലാണ് പരാതി സംബന്ധിച്ചുള്ള വിശദീകരണമൊക്കെ പോലീസിന് നൽകേണ്ടി വരും. അതിനുശേഷം മാത്രമേ റാപ്പർ വേടനെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുള്ളൂ, അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുള്ളൂ. റാപ്പർ വേടൻ്റെ ഭാഗത്തുനിന്ന് റാപ്പർ വേടൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുന്നു മുൻകൂർ ജാമ്യാപേക്ഷയുമായി. അപ്പോൾ ഏത് രീതിയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, സംഭവവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നത്? വിനിഷ, ഈ കേസുമായി ബന്ധപ്പെട്ട് റാപ്പർ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഈ ഒരു കേസ് തന്നെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ഒരു ശ്രമമാണ് എന്നാണ് റാപ്പർ വേടന്റെ ഭാഗത്തുമുള്ള പരാമർശം. അതോടൊപ്പം തന്നെ പരാതിക്കാരിക്കെതിരെ കൃത്യമായ തെളിവുകൾ തന്റെ പക്കലുണ്ട്. അതായത് പരാതിക്കാരിയുടെ ഓഡിയോ ക്ലിപ്പ് അടക്കം തന്റെ കയ്യിലുണ്ട് എന്നാണ് റാപ്പർ വേടൻ നിലവിൽ പറയുന്നത്. ഈ ഓഡിയോ ക്ലിപ്പ് അടക്കം ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ കൂടെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുവാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് നിലവിൽ റാപ്പർ വേടനുള്ളത്. അതേസമയം ഇപ്പോൾ വിനിഷ സൂചിപ്പിച്ചപ്പോൾ തന്നെ തൃക്കാക്കര പോലീസാണ് ഈ കേസെടുത്തത്. ബലാത്സംഗം, ഒപ്പം തന്നെ തുടർച്ചയായ ബലാത്സംഗം എന്നീ വകുപ്പുകളടക്കം ചുമത്തിയാണ് ഈ കേസെടുത്തിരിക്കുന്നത്. 2021 മുതൽ 2023 വരെയുള്ള വർഷങ്ങളിൽ ഏകദേശം 5 തവണ ഈ യുവ ഡോക്ടറെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. കൃത്യമായ സാക്ഷിമൊഴികൾ അടക്കം ഉണ്ടെങ്കിൽ മാത്രമേ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസിന്റെ ഭാഗത്തുമുള്ള വാദം. അതായത് കൃത്യമായ തെളിവുകൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. ഏകദേശം 3 വർഷത്തിന് മുന്നേ നടന്ന കാര്യമാണ്. അതിനാൽ തന്നെ കൃത്യമായ തെളിവുകൾ ലഭിക്കേണ്ടിയിരിക്കുന്നു, കൃത്യമായ സാക്ഷിമൊഴികൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന സമയം ഇന്ന സ്ഥലത്ത് ഇവർ ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളടക്കം ലഭിച്ചാൽ മാത്രമേ ഇതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കൂ എന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. അതേസമയം തന്നെ 31,000 രൂപ ഈ പരാതിക്കാരിൽ നിന്നും റാപ്പർ വേടൻ തട്ടിയെടുത്തു എന്നുകൂടി ഈ പരാതിയിൽ പറയുന്നുണ്ട്. തൻ്റെ ആൽബത്തിൻ്റെ റിലീസിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ തുക കൈപ്പറ്റിയത് എന്നാണ് ഈ പരാതിക്കാരി ഈ പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തു തന്നെയായാലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോകും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ ഒരു സംഭവവുമായി അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് റാപ്പർ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി നിലവിൽ ഹൈക്കോടതിയെ സമീപിക്കുവാനുള്ള ഒരുക്കത്തിലാണുള്ളത്. വിനിഷ, ശരി. ഏതായാലും നിയമപ്രകാരം നടപടികൾ മുന്നോട്ട് പോവുകയാണ്. ആ കേസിൻ്റെ അന്വേഷണം ഏതായാലും ആ പരാതിക്കാരിയായ യുവതിയെ വിളിച്ചു വരുത്തി കൂടുതലായി മൊഴിയെടുക്കും. അതിനുശേഷം വേടനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്ന കാര്യങ്ങളിലേക്കൊക്കെ കടക്കാനിരിക്കുകയാണ് പോലീസ്. അമൽനാഥ് പാടിച്ചാലാണ് വിശദാംശങ്ങളൊക്കെയും നൽകിയത്.